ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, നയപ്രഖ്യാപനത്തോടെ നിയമസഭാ സമ്മേളനം 23-ന് ചേരാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുന്നു. ഇക്കാര്യം ശുപാർശ ചെയ്യാനും തീരുമാനമെടുത്തിരിക്കുകയാണ്. വിവരങ്ങളുമായി വി അരുൺ ചേരുകയാണ്. അരുൺ, നയപ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ഇന്നലെ തന്നെ ഉറപ്പായിരുന്നു. ഇപ്പോൾ അത് ഔദ്യോഗികമായി തന്നെ അറിയാൻ കഴിയുന്നു. മന്ത്രിസഭായോഗം അത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നു. 3-ന് ബജറ്റ് അവതരിപ്പിക്കുക എന്നതാണ് തീരുമാനം. എന്തൊക്കെയാണ് ഇന്ന് മന്ത്രിസഭായോഗത്തിൽ ഉണ്ടായിട്ടുള്ള തീരുമാനങ്ങൾ? നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭാ സമ്മേളനം, ബജറ്റ് സമ്മേളനം തുടങ്ങാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം സഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണർക്ക് ശുപാർശ നൽകും. 23-ന് നിയമസഭാ സമ്മേളനം ആരംഭിക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാകും സഭാ സമ്മേളനം തുടങ്ങുക. നേരത്തെ നയപ്രഖ്യാപന പ്രസംഗം ഒഴിവാക്കാൻ സർക്കാർ ആലോചിച്ചിരുന്നതാണ്. പക്ഷേ ഗവർണറുമായുള്ള ബന്ധം മെച്ചപ്പെടുന്നതിന്റെ ഭാഗമായി, ആ തർക്കത്തിൽ മഞ്ഞുകളുടെ ഭാഗമായാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നത്. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം കഴിഞ്ഞ ഡിസംബർ അവസാനം ചേർന്ന നിയമസഭാ സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിയുകയാണെന്ന് ഗവർണറെ അറിയിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം പുതിയ സഭാ സമ്മേളനം ചേരാനുള്ള തീരുമാനം എടുത്തത്. നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടി സഭാ സമ്മേളനം തുടങ്ങും. ഫെബ്രുവരി 3-ന് ബജറ്റ് അവതരണവും ഉണ്ടാകും. നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കാൻ നേരത്തെ ശാരദാ മുരളീധരനെ, അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെ മന്ത്രിസഭകൾ ചുമതലപ്പെടുത്തിയിരുന്നു. അവർ തയ്യാറാക്കിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കൂടുതൽ തിരുത്തൽ വരുത്താനും അതിന് അന്തിമ രൂപം നൽകാനും മന്ത്രിസഭാ ഉപസമിതിയെയും ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അരുൺ, കശ്മീർ മിഠായിയിൽ പ്രശ്നങ്ങളെല്ലാം അലിഞ്ഞലിഞ്ഞ് തീരുന്നു എന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കാൻ? നയപ്രഖ്യാപനം വരുമ്പോൾ അതിലെ ഏതെങ്കിലും ഭാഗങ്ങൾ ഗവർണർ ഒഴിവാക്കുമോ, എല്ലാം വായിക്കുമോ തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ ചർച്ചയാവാറുണ്ട്. തയ്യാറാകുന്ന നയപ്രഖ്യാപനം ഏത് വിധത്തിലുള്ളതാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഗവർണറുമായി ഇനി വലിയ പ്രശ്നങ്ങൾ വേണ്ട, ഗവർണറെ കൂടി ഉൾക്കൊണ്ടു പോകാനുള്ളൊരു തീരുമാനമാണെങ്കിൽ നയപ്രഖ്യാപനവും അതനുസരിച്ചായിരിക്കുമോ? സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞ തൽക്കാലത്തേക്ക് മാറ്റിവെക്കാൻ അപ്പുറത്തേക്ക് സജി ചെറിയാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തടയാൻ ഗവർണർ കഴിയുമായിരുന്നെങ്കിലും സർക്കാരിൽ കൂടുതൽ സമ്മർദ്ദം ഗവർണർ ചെലുത്തുന്ന തരത്തിലുള്ള സൂചനകൾ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. സത്യപ്രതിജ്ഞ വൈകിപ്പിക്കാനുള്ള ശ്രമം ഗവർണറുടെ ഭാഗത്തുണ്ടാകുമെന്ന സൂചനകളുണ്ടായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. പകരം സർക്കാർ ആവശ്യപ്പെട്ട ദിവസം തന്നെ സത്യപ്രതിജ്ഞയ്ക്ക് ഗവർണർ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുകയായിരുന്നു, സത്യപ്രതിജ്ഞയ്ക്ക് വഴിയൊരുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗവർണറുമായി ഇനി കൂടുതൽ ഏറ്റുമുട്ടലേക്ക് പോകേണ്ട നിലപാടിലേക്ക് സർക്കാരും എത്തിച്ചേർന്നു. അതിൻ്റെ പ്രതിഫലനമായിരുന്നു നയപ്രഖ്യാപന പ്രസംഗത്തോടു കൂടി തന്നെ ബജറ്റ് സമ്മേളനം ആരംഭിക്കാമെന്ന ആലോചന. ഇന്ന് അത് യാഥാർത്ഥ്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഗവർണറുമായി ഇനി വലിയൊരു ഏറ്റുമുട്ടലിലേക്ക് ഉടൻ പോകേണ്ട എന്ന തരത്തിലുള്ള ധാരണ CPM നേതൃത്വത്തിനും സർക്കാരിനും ഉണ്ട്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിൻ്റെ വിമർശനങ്ങളും ഉൾക്കൊള്ളിക്കേണ്ടി വരും. അത് രാഷ്ട്രീയമായ തീരുമാനം കൂടിയാണ്. സ്വാഭാവികമായും ഇടതുമുന്നണി നിരന്തരം ഇന്നലെ പോലും പ്രധാനമന്ത്രിക്ക് സംസ്ഥാനത്തെ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി കത്തെഴുതിയിരുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിനെതിരെ വിമർശനമില്ലാതെ സംസ്ഥാനത്തെ നയം പ്രഖ്യാപിക്കാനാകുമോ എന്ന കാര്യം സംശയമുണ്ട്. അങ്ങനെ അത്തരത്തിൽ കേന്ദ്ര വിമർശനം ഉണ്ടായാൽ അത് ഏത് രീതിയിലാകും ഗവർണർ കൈകാര്യം ചെയ്യുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രം അറിയേണ്ട കാര്യമാണ്. സാധാരണഗതിയിൽ ഗവർണർ അത് വായിച്ചു തന്നെ പോകേണ്ടതാണ്. ഒരു തവണ തൻ്റെ ഡിസൻ്റെ എതിർപ്പ് വ്യക്തമായിക്കൊണ്ട് അത് വായിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ. അതുകൊണ്ട് തന്നെ അത് വരും ദിവസങ്ങളിൽ മാത്രം ചർച്ചയാകാൻ പോകുന്ന അല്ലെങ്കിൽ തീരുമാനമെടുക്കേണ്ട ഒരു വിഷയമാണ്. ഏതായാലും ഇപ്പോൾ സർക്കാരിന് നയം ഗവർണർ പ്രഖ്യാപിക്കും. അതിനുള്ള അവസരമാണ് സർക്കാർ. ഭരണഘടനാപരമായൊരു സർക്കാർ ഉത്തരവാദിത്തം കൂടിയാണ് ഗവർണറെ കൊണ്ട് നയം പ്രഖ്യാപിക്കുക. ഒരു കലണ്ടർ വർഷത്തിൽ ഒരു തവണ സഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ ചെയ്യുക സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഭരണഘടനാ ബാധ്യതയാണ് സർക്കാർ നിറവേറ്റുന്നത്. ഗവർണർ സജി ചെറിയാൻ സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി ഒരുക്കുമ്പോൾ പറഞ്ഞത്, എനിക്ക് ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്, മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ വ്യത്യസ്ത അഭിപ്രായം നിലനിർത്തിക്കൊണ്ടും തൻ്റെ ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റുകയായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അതേ നിലപാടിലേക്ക് സർക്കാരും പോയതാലും ഇപ്പോൾ പ്രശ്നങ്ങൾ ഒരു മഞ്ഞുരുകലിൻ്റെ പാതയിലാണ്. അതുതന്നെയാണ് ഈ നയപ്രഖ്യാപന പ്രസംഗം നടത്താൻ ഗവർണറെ ക്ഷണിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനത്തിന് പിന്നിലും. ശരി, എന്തായാലും ഇപ്പോൾ സർക്കാർ ഗവർണർ ബന്ധം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അത് എത്ര ദിവസം, എത്ര കാലം മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.